മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രപിതാവിൻ്റെ പേരൊഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തെ പോലും അപമാനിക്കുന്ന BJPയുടെയും സംഘ് പരിവാറിൻ്റെയും രാഷ്ട്രീയമാണിത്. ഒരു സംശയവും വേണ്ട. ഗാന്ധിജിയെ തമസ്കരിക്കുക, നെഹ്റുവിയൻ സംസ്കാരത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക, അതുവഴി RSSൻ്റെയും സംഘ് പരിവാറിൻ്റെയും ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ട രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി ഏറ്റവും മഹത്തായ ഒരു സാമൂഹ്യക്ഷേമ പദ്ധതിയായ തൊഴിലുറപ്പ് നിയമത്തെ പോലും ദുരുപയോഗം ചെയ്യുന്നു എന്ന ഗൗരവതരമായ ആരോപണമാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ഉന്നയിക്കുന്നത്. എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ പാർലമെന്റിൽ? സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടാലും സെലക്ട് കമ്മിറ്റിക്ക് വിട്ടാലും അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ളത് കൊണ്ട് അവർക്ക് പാസ്സാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഈ കാര്യത്തെ എന്തായാലും ഇതൊരു ജോയിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടണമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ. കാരണം രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ സമഗ്രമായ പരിശോധനയ്ക്ക് ഈ ബില്ല് വിധേയമാക്കണം. ഒന്ന്, നമുക്കറിയാം അങ്ങനെ വിധേയമാക്കിയിട്ടുള്ള ബില്ലുകളും അവസാനം വരുമ്പോൾ JPCയുടെ ശുപാർശകളൊന്നും സ്വീകരിക്കാതെ ഏകപക്ഷീയമായി പാസ്സാക്കിയിട്ടുള്ള എത്രയോ നിയമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. JPCക്ക് വിട്ടാൽ പോലും ഇതിൻ്റെ ഒബ്ജക്ഷൻ പിൻവാങ്ങാൻ കഴിയില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. വളരെ ഇൻ്റലിജൻ്റായി, കാരണം 100-ൽ നിന്ന് 125 ദിവസമായി തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തി ജനങ്ങളെ കബളിപ്പിക്കാനും അതുവഴി ഈ പദ്ധതിയെ വളരെ ബോധപൂർവമായി ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അല്ല സത്യത്തിൽ ആവശ്യപ്പെടുന്നത്. ഈ ബില്ല് വിഡ്രോ ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ബില്ല് അവതരിപ്പിക്കരുത്. ഈ ബില്ല് അവതരിപ്പിച്ച് ചർച്ച ചെയ്യുന്നതിന് തന്നെ പ്രസക്തിയില്ല. കാരണം കുറ്റമറ്റ നിയമമാണ് നിലവിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. അത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഭേദഗതിയാകാം. ഇത് ആ നിയമം ഇമ്പ്രൂവ് ചെയ്യാനല്ല. ആ നിയമം ഇതിൻ്റെ 37ാമത്തെ വകുപ്പനുസരിച്ച് മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് നിയമവുമായി ബന്ധപ്പെട്ട് നാളെ വരെ 2005 മുതൽ 25 വരെയുള്ള ഈ 20 വർഷക്കാലം ആ പാസ്സാക്കിയിട്ടുള്ള നിയമവും നിയമത്തോടനുബന്ധമായിട്ടുള്ള മുഴുവൻ ചട്ടങ്ങളും റെഗുലേഷൻസും മുഴുവൻ ഈ നിയമം നിലവിൽ വരുന്നതോടുകൂടി ഇല്ലാതാകുകയാണ്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ അവകാശാധികാരങ്ങൾ പോലും പൂർണ്ണമായും എടുത്തു കളയുകയാണ്. അപ്പോൾ പക്ക ഒരു പുതിയ നിയമം നിലവിൽ വരികയാണ്. BJPയുടെ ഒരു പുതിയ നിയമം നിലവിൽ വരുന്നു. അതിൽ ഗ്യാരണ്ടി പരോക്ഷമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അത് ചെയ്തില്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതാരാ? അതാണ് നഷ്ടപരിഹാരം. ഏതെങ്കിലും കാരണവശാൽ ഈ പറയുന്ന തൊഴിൽ ദിനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് യാതൊരു ഉത്തരവാദിത്വവുമില്ല. കേന്ദ്ര ഗവൺമെൻറ്, എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സാധാരണഗതിയിൽ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് സാമ്പത്തികം നൽകുന്നതിനപ്പുറത്തേക്ക് ഒരു ബാധ്യതയും ഉത്തരവാദിത്വവും കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നില്ല. നേരത്തെ 100% ഇതിൻ്റെ ഫൈനാൻഷ്യൽ ലയബിലിറ്റിയും ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കേന്ദ്ര ഗവൺമെൻറ്റിനായിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യം പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് പിൻവാങ്ങുന്ന സ്ഥിതിയാണ്. ഇത് രാജ്യത്ത് അതിശക്തമായിട്ടുള്ള ബഹുജന പ്രക്ഷോഭം ഉയർന്നു വരേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇതിൽ പേര് സംബന്ധിച്ച് അങ്ങൊരു ശക്തമായ എതിർപ്പ് പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള ഒരു UDF MP ആണ് ശശി തരൂർ, അങ്ങനെ ഒരു സഹപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞ ഈ പേര് സംബന്ധിച്ച് ഒരു വിവാദം ഉണ്ടാക്കേണ്ടതില്ല എന്നതാണ്. കാരണം ഗാന്ധിജിയുടെ രാമരാജ്യം അദ്ദേഹത്തിന്റെ സങ്കല്പമായിരുന്നു. അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള ഇതിൽ UDFൽ 2 വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇതിനകത്ത് ആരെന്ത് അഭിപ്രായം പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. മഹാത്മാഗാന്ധി, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേര് ഈ നിയമത്തിൻ്റെ നാമകരണത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ആധാരമായ കാരണമെന്ത്? അതാണ് ഗവൺമെൻറ് വിശദമാക്കേണ്ടത്. എത്രയോ നിയമങ്ങൾ വേറെ വരുന്നു. മറ്റേതെങ്കിലും പേരുകൾ ചേർക്കണമെന്നുള്ള പേര് തന്നെയാണ് കോൺട്രവേഴ്സൽ. നമ്പർ 1 ഏറ്റവും വിവാദപരമായിട്ടുള്ള നാമകരണമാണ് ഈ നാമകരണം. ഇതിനകത്ത് രാമനും ലക്ഷ്മണനും ഒന്നുമല്ല വരേണ്ടത്. ഇത് രാജ്യത്തിൻ്റെ മതേതര പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തിൽ ദൈവങ്ങളുടെ നാമകരണം കൊണ്ടുവന്ന് പരോക്ഷമായിട്ടാണെങ്കിലും കൊണ്ടുവന്ന് എന്തിന് ഇത്തരം കാര്യങ്ങളെയൊക്കെ മതവൽക്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു? രാമരാജ്യമെന്നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ പറഞ്ഞാൽ ആ വാക്ക് വരുന്നതിന് വേണ്ടി, അതാണ് ഞാൻ പറഞ്ഞത്, സംസ്കൃതവും ഹിന്ദിയും ഇംഗ്ലീഷും. ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. വികസിത് ഭാരത് എന്ന് പറയുന്നത് ഹിന്ദിയാണോ സംസ്കൃതമാണോ എന്ന് എനിക്കറിയില്ല. ആൻഡ് ആജീവിക മിഷൻ എന്ന് പറയുന്നതും എന്താണെന്ന് ആർക്കും ഒരു ധാരണയുമില്ല. അത് VBG റാംജി
വളരെ വ്യക്തമല്ലേ, വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ ഗവൺമെൻറ് അംഗീകരിക്കണമെന്നില്ല. ഈ തരത്തിലുള്ള പരോക്ഷമായി രാജ്യത്തെ ജനങ്ങളുടെ മേൽ മതേതര ജനാധിപത്യ ഘടനയെപ്പോലും ദുർബലപ്പെടുത്തുന്ന നിലയിൽ നിയമനിർമ്മാണ പ്രക്രിയയെപ്പോലും ദുരുപയോഗം ചെയ്യുന്ന ഈ അവസ്ഥ സത്യത്തിൽ ലജ്ജാകരമാണ്, പ്രതിഷേധാർഹമാണ്. അത് ശശി തരൂരല്ല, ആര് പറഞ്ഞാലും ഈ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രപിതാവിൻ്റെ പേര് ഈ ബില്ലിൻ്റെ തലവാചകത്തിൽ നിന്ന് നാമകരണത്തിൽ നിന്ന് ഒഴിവാക്കാൻ ആധാരമായ കാരണമെന്ത് എന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ് വ്യക്തമാക്കേണ്ടത്, ശ്രീ ശശി തരൂരല്ല. അതുകൊണ്ട് ഒരു ന്യായീകരണവും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിശക്തമായി ഞങ്ങൾ ഇതിനെ എതിർക്കും.